ഹായ് മക്കളെ, നമുക്ക് CS 12 പഠിച്ചാലോ? എന്താ CS 12 പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺ അല്ലെങ്കിൽ CS ഓൺ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഈ ചില കമ്പനികളിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ OPM 7th ചാപ്റ്റർ അല്ലേ? യെസ്, അവിടെ നമ്മൾ പറഞ്ഞിരുന്നു മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസും ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ കമ്പനി കൃത്യമായി മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഭീമമായ എമൗണ്ടുകൾ, അഥവാ മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ആവും. മെഷീൻ ബ്രേക്ക് ഡൗൺ ആയ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പ്രൊഡക്ഷൻ മുടങ്ങും. ഒരു ദിവസം പ്രൊഡക്ഷൻ മുടങ്ങിക്കഴിഞ്ഞാലും ലേബേഴ്സിന് പൈസ കൊടുക്കണ്ടേ? അപ്പോഴും നമ്മുടെ ബേസിക് നെസസിറ്റിക്ക് വേണ്ടി കറണ്ട് ബില്ലും മറ്റ് ആവശ്യങ്ങൾക്കുള്ള കോസ്റ്റുകളൊക്കെ എന്തായാലും ഫിക്സഡ് കോസ്റ്റ് വരില്ലേ? ഓക്കെ, അപ്പോൾ അത്രമേൽ ശ്രദ്ധിക്കേണ്ടതാണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് എന്തൊക്കെയാണ് റിപ്പയർ ചെയ്യേണ്ടി വരിക ആദ്യം അത് നോക്കാം. നമുക്ക് ബിൽഡിങ് റിപ്പയർ ചെയ്യേണ്ടി വരും അല്ലേ? ബിൽഡിങ് റിപ്പയർ ചെയ്യണം. പിന്നെ ഫാക്ടറി മൊത്തത്തിൽ, അതുപോലെ മെഷീൻ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾ ദീസ് തിങ്സ് നീഡ് പ്രോപ്പർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇതിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ ആട്ടോ, പ്രിൻസിപ്പിൾസ്, മെത്തേഡ് ഓഫ് ഡിറ്റർമിൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, വേറെ ഇപ്പോൾ ഇതിലൊന്നും പറയല്ല. ഒബ്ജക്റ്റീവ് ആസ് യൂഷ്വലാണ്. സ്കോപ്പ്, ഒബ്ജക്റ്റീവ്, യൂണിഫോമിറ്റി, കൺസിസ്റ്റൻസി. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇത് അവസാനിപ്പിക്കാം. ഇത്രേ ഉള്ളൂ. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണേ. ഫസ്റ്റ് വൺ, പർച്ചേസ്ഡ് മിഷനറി ₹50 lakh. 50 ലക്ഷം രൂപയുടെ മിഷനറി പർച്ചേസ് ചെയ്തു എന്നാ വെച്ചിട്ടാ 1 January 2022. ഓക്കെ, നിങ്ങൾക്കറിയാം ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അല്ലേ? ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ആർക്കും സംശയമല്ലോ, മിഷനറി ആണല്ലോ പർച്ചേസ് ചെയ്തല്ലോ. ഓക്കെ, ഇനി ഈ മിഷനറിയുടെ മുകളിൽ നമ്മൾ സ്പെൻഡ് ₹2 lakh ഫോർ മെയിൻ്റനൻസ് ഓൺ എന്നാണെന്നറിയോ? 1 May 2022. Jan, February, March, April, മെയ്യിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? ഒരു 2 lakh വീണ്ടും അതിന് ചിലവഴിച്ചു. ഈ പറയുന്ന പർട്ടിക്കുലർ മിഷനറിക്ക് ചിലവഴിച്ചു. അടുത്തത് പിന്നെയും സ്പെൻഡ് ഒരു 10 lakh ഫോർ അപ്കീപ്പ്, വിച്ച് മീൻസ് മെയിൻ്റനൻസ് എന്ന് തന്നെ അർത്ഥം, ഓഫ് ദിസ് മിഷൻ. ഈ മിഷൻ വീണ്ടും എന്ത് ചെയ്യണം? കുറേ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നു. 1 May 2023 ഓക്കെ അല്ലേ? യെസ്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോ. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? രണ്ടും ക്യാപിറ്റലൈസ് ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്താൽ മതിയോ? ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വെക്കൂലേ, അല്ലെങ്കിൽ മനസ്സിലല്ലേ? യെസ്, നമുക്ക് ഇങ്ങനെ പറയാം. 2 lakh വളരെ ചെറിയ എമൗണ്ട് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? നോർമൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. എന്തായിട്ട് എടുക്കാം? റവന്യൂ എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെന്തെന്ന് പറയും? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. നമ്മൾ പഠിക്കുന്ന CAS 12 എന്ന് പറഞ്ഞാൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അല്ലേ? ഇത് എന്താണ്? ഏത് എക്സ്പെൻസാണ്? ഇത് എക്സ്പെൻസാണ് അല്ലെങ്കിൽ കോസ്റ്റാണ്. അല്ലാതെ ഇത് എന്തല്ല അസറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നു. ഈ പറയുന്ന മിഷനറി ഇല്ലേ, ഇതേ 50 lakhൻ്റെ, അതിനൊരിക്കലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് പറ്റില്ല. ആ മിഷനറിക്ക് വരുന്ന റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള നോർമൽ റവന്യൂ എക്സ്പെൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയും. ഈ 2 ലാഖിന് റവന്യൂ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഈ 10 ലക്ഷത്തിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഇത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല, ഞാനിത് വെട്ടിക്കളയുന്നു. ഓക്കെ. ഈ സാധനം ഡിസൈഡ് ചെയ്യുന്നത് 2 ഫാക്ടർ നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, വിച്ച് മീൻസ് ഞാൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതാ? നോർമൽ റവന്യൂ എക്സ്പെൻസ് ആണോ, അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഈ 50 ലാഖിൻ്റെ കൂടെ കൂട്ടണമെന്ന് തീരുമാനിക്കുന്നതിന് 2 ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ 2 ഫാക്ടേഴ്സ്. നമ്പർ 1, ഇൻക്രീസ് എഫിഷ്യൻസി. ഈ പറയുന്ന 2 ലാഖോ 10 ലാഖോ ഇൻക്വയർ ചെയ്തത് എഫിഷ്യൻസി കൂട്ടുന്നുണ്ടെങ്കിൽ, രണ്ടാമത് ഇൻക്രീസ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. ഇതിലേതെങ്കിലും ഒന്ന് മതി. നിങ്ങൾ 2 ലാഖ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് 10 ലക്ഷമാണ് മേടിക്കുന്ന സമയത്ത് 50 ലക്ഷം രൂപയ്ക്ക് ആ മെഷീനറി മേടിക്കുമ്പോൾ, ഇപ്പോൾ 2 ലക്ഷം ഇൻക്വയർ ചെയ്തപ്പോൾ ഈ 10ൽ നിന്ന് 12 ആയാൽ അപ്പോൾ നിങ്ങൾക്കത് എന്തെന്ന് പറയാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ 10 ലക്ഷം നിങ്ങൾ ഇൻക്വയർ ചെയ്തപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കൂടി, അഥവാ ഈ മെഷീനറി ഒരു ദിവസം 100 യൂണിറ്റ് ഉണ്ടാക്കുന്നിടത്ത് ഇപ്പോൾ എത്ര യൂണിറ്റായി? 200 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി കൂടിയാൽ അപ്പോഴും ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ. യെസ്. ഈ രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയല്ല? ഈ CISലല്ല. ഈ CISൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? റെഗുലർ മെയിൻ്റനൻസ് ആണ്. ഓക്കെ അല്ലേ? വിച്ച് മീൻസ് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ മെഷീനറി 100 യൂണിറ്റാണ് ഒരു ദിവസം ഔട്ട്പുട്ട് തരുന്നത്. ആ ഔട്ട്പുട്ട് വൃത്തിയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ അതേ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ആ CISൽ ചെയ്യുന്നത്.